പണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് കൊണ്ടുവന്നത് അയാളാണെന്നാണ് അങ്ങയുടെ 65 പേജ് ഡോക്യുമെന്റ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു മെസ്സേജ് ഓഫ് ചോദിക്കാൻ ഒരു CA മറ്റേ മണിപ്പൂർ ബീഫ് വാട്ട് നോൺസെൻസ് ഇസ് ദാറ്റ്? ഒരു ചെക്കൻ അവിടെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി, അവന്റെ വയറ്റൊന്നും ഇല്ലായിരുന്നു. വൃദ്ധസദനമാവും തിരുവനന്തപുരം. പഴയ കൊച്ചി എല്ലായിരിക്കും, പക്ഷെ തിരുവനന്തപുരം പഴയ തിരുവനന്തപുരം തന്നെയാണ്. മാറ്റം വേണം. എനിക്ക് 46 വയസ്സായി. ഓക്കെ, അതിൽ 19 വർഷം, അതായത് എനിക്ക് ഓർമ്മ വെച്ചതിന്റെ ഏതാണ്ട് പകുതി 19 വർഷം ഭരിച്ചത് ഇപ്പം നിൽക്കുന്ന 2 കാൻഡിഡേറ്റ്സ് ആണ് ഇപ്പം എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഒന്ന് 4 വർഷം ഇവിടെ നിന്ന് നമ്മൾ റെക്കോർഡ് ഭൂരിപക്ഷം 50% പ്ലസ് പുറത്ത് ഭൂരിപക്ഷത്തിൽ പറഞ്ഞു വിട്ടാണ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. 4 വർഷം അയാൾ അവിടെ പോയിരുന്നു. അദ്ദേഹം കാര്യമായിട്ടൊന്നും ചെയ്തിട്ട് എനിക്കറിയില്ല. ഞാൻ ഇവിടെ ജീവിച്ച് വളർന്ന മനുഷ്യനാണ്. തിരുവനന്തപുരം തന്നെ, ഇടയ്ക്ക് കുറച്ചാൾ ബാംഗ്ലൂരിൽ പോയിരുന്നു. ഓക്കെ, അയാൾ ഇപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് അയാൾ എന്താ നല്ല മനുഷ്യനാണ്, പാവമാണ് ആണ്. ബട്ട് വാട്ട്സ് യുവർ പോയിന്റ്? അയാൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? അദ്ദേഹം പാർലമെന്റിൽ പോവും, വാക്കൗട്ട് നടത്തും, ധർണ നടത്തും. മാക്സിമം അദ്ദേഹത്തിന് പോലും താല്പര്യമില്ല എന്നാണ് മാധ്യമ റിപ്പോർട്ട് വന്നത്. ഈ പ്രായത്തിൽ 79-80 വയസ്സായ അദ്ദേഹത്തിന്. ലൈക്ക് ആൻഡ് വാട്ട്സ് എ പോയിന്റ്? അദ്ദേഹം ഇവിടെ എന്തെങ്കിലും മേജർ ആയിട്ട് ഒരു സാധനം കൊണ്ടുവരുമോ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് എങ്ങനെയാക്കും ഒന്നും ഞാൻ കേട്ടില്ല. പാവം മനുഷ്യൻ. ഓക്കെ, ദാറ്റ്സ് യുവർ ലോജിക്, ഐ എം ഓക്കെ വിത്ത്. പിന്നെ മറ്റേ നമ്മുടെ ആര്, ശശി തരൂർ. ഇയാൾ ആദ്യം 2019 നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ബൈ ദ വേ റൈറ്റ് വിങ് സപ്പോർട്ടറാണ്, ഓപ്പൺ അഡ്മിഷനാണ്. പക്ഷെ ഇയാൾ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഇയാളെ ട്വിറ്ററിൽ ഫോളോ ചെയ്യും. എനിക്ക് തിരുവനന്തപുരത്തിന് നല്ലൊരാൾ വരും എന്നൊക്കെ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇയാൾ ജയിച്ചിട്ട് ആദ്യം പോയത് കൊച്ചിയിൽ IPL ടീം തുടങ്ങാൻ. ഓക്കെ, അത് മൊത്തം കോൺട്രവേഴ്സിയെ പുള്ളി രാജിവെച്ചു. ഈ IPL തന്നെ ഇയാൾ ഭയങ്കര ഇംഗ്ലീഷ് ആണെന്നൊക്കെ ഒരു തേങ്ങ ഉണ്ട് ഇവിടെ. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ബുൾഷിറ്റ്. ഓക്കെ, ഇയാൾ മലയാളിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് 2 ഫ്രേസസ് ആണുള്ളത്. ഒന്ന് സ്വെറ്റ് ഇക്വിറ്റി, 2 കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് അയാൾ വിവാഹം കഴിക്കുന്ന സ്ത്രീക്ക് എത്രയോ പെർസെന്റേജ് ഷെയർ ഒരു IPL ടീമിന്റെ 18% or 20%, some big amount കൊടുത്തു. ലൈക്ക് വാട്ട് ഇസ് ദാറ്റ്? അതാണ് ഈ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പൊസിഷനിൽ ഇരുന്നിട്ട് ആ പദവി ദുർവിനിയോഗം ചെയ്യുന്നു. ഈ 2 വാക്കുകളുണ്ട്. അല്ല ഫ്ലോക്സി, നോക്സി, പിഹിലിഫിക്കേഷൻ, കൊച്ചു പിള്ളേരെ കോളേജിൽ കളിപ്പിക്കാൻ നടക്കുന്ന സാധനമൊന്നും നല്ലത്. ഇംഗ്ലീഷ് വേണമെങ്കിൽ വീട്ടിലൊരു ഡിക്ഷണറി വാങ്ങിച്ചു വേണ്ടേ? എന്നിട്ട് 2014 വന്നു, വീണ്ടും ജയിച്ചു. 2019 വന്നു, വീണ്ടും ജയിച്ചു. ഇപ്പോൾ ഇലക്ഷൻ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പോസിറ്റീവ് മെസ്സേജിങ് അയാളുടെ ഭാഗത്ത് നിന്ന് കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഡെവലപ്മെന്റ്, ലൈക്ക് സംതിങ് ന്യൂ? പണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് കൊണ്ടുവന്നത് അയാളാണെന്നാണ് അങ്ങയുടെ 65 പേജ് ഡോക്യുമെന്റ് എടുത്തു വെച്ചിരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് അട്ടർ ക്രാപ്പ്. ഓക്കെ, 5 കോടി MP ഫണ്ട് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് വിനിയോഗിച്ചു. ഇവിടെ ലൈറ്റ് പൂച്ചപ്പരയും മുകളിലും എല്ലാം ലൈറ്റ് വെച്ചിട്ടുണ്ട്, വലിയ ലൈറ്റ്. അത് പകുതി ഓഫാണ്. ഓക്കെ, ഇതിനല്ല ഒരു MP സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. 5 കോടി സ്പെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു റിട്ടയർഡ് സിവിൽ സർവന്റിനെ വെച്ചാൽ മതി, അവർ സ്പെൻഡ് ചെയ്തോളും. അതിന് വേണ്ടിയിട്ടല്ല ഇവിടെ നിന്ന് ഇത്രയും ഇലക്ഷനും ബഹളവും തെരഞ്ഞെടുപ്പും ഡെമോക്രസിയും നടത്തുന്നത്. ലൈക്ക് ഐ എം ബ്ലഡി ആംഗ്രി. ഒരു മെസ്സേജ് ഓഫ് ചോദിക്കാൻ ഒരു CA മറ്റേ മണിപ്പൂർ ബീഫ്, ലൈക്ക് വാട്ട് നോൺസെൻസ് ഇസ് ദാറ്റ് മാൻ? പറ, എന്ത് ചെയ്യുന്നു? എന്റെ മോൻ 10ാം ക്ലാസ്സിലാണ് ഇപ്പം. എനിക്ക് അവനെ 12ാം ക്ലാസ് കഴിഞ്ഞ് കേരളത്തിൽ നിർത്തുന്നത് ശരിക്കും പേടിയുണ്ട്. ഒരു ചെക്കൻ അവിടെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി, അവന്റെ വയറ്റൊന്നും ഇല്ലായിരുന്നു. സിദ്ധാർത്ഥ്, എന്തായി കേസ്? നത്തിങ്. ഒരുത്തന്റെ പള്ളയിൽ കത്തി കെട്ടിക്കൊന്നു. അഭിമന്യു പറയുമ്പോൾ സഖാവാണ്. എന്തായി? അതിന്റെ പേരിൽ സിനിമ പിടിച്ചു. ദിസ് ഇസ് പൊളിറ്റിക്കൽ. ഓക്കെ, ബട്ട് ഐ എം ആംഗ്രി ബിക്കോസ് പീപ്പിൾ ആർ നോട്ട് തിങ്കിങ്. There is a candidate here who is saying, I will bring development, I will bring change. If you want to think about it, think about it. ഞാൻ ഒത്തിരി ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഐ എം ടേക്കിംഗ് എ ലോട്ട് ഓഫ് ക്ലാസ്സസ്. IELTS എന്ന് പറയും. അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോകാനായിട്ട് കൊച്ചു പിള്ളേർ, യങ്ങർ ദാൻ യു, എല്ലാവർക്കും ഇവിടെ നാട് വിടണം. വൃദ്ധസദനമാവും തിരുവനന്തപുരം ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലെങ്കിൽ. അല്ലല്ല CAM കോൺഫ്ലിക്റ്റ് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. വി നീഡ് ജോബ്സ് ഹിയർ, വി നീഡ് ഡെവലപ്മെന്റ് ഹിയർ. ഇവിടെ മാറ്റം വരണം. 15, 19, 20 വർഷം കൊണ്ട് ഒരു തേങ്ങയും നടന്നിട്ടില്ല. That's what I'm talking about. Are you clear? Yeah. പഴയ കൊച്ചി എല്ലായിരിക്കും, പക്ഷെ തിരുവനന്തപുരം പഴയ തിരുവനന്തപുരം തന്നെയാണ്. മാറ്റം വേണം.